ബ്ലേഡ് കണ്ടോ, ഈ ഒരു ചെറിയ പിന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കാർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത്, അതുപോലെ രാത്രികാല യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ വൈപ്പർ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വാഹനത്തിന്റെ വൈപ്പർ ഒരു ചില്ലറ കാര്യമല്ല. നമ്മൾ വാഹനത്തിന്റെ ഗ്ലാസ് ക്ലീൻ ആയെങ്കിൽ നമ്മളെ യാത്ര സുഖകരമാവും. അപ്പോൾ അതുകൊണ്ട് വാഹനത്തിന്റെ ഗ്ലാസ്സിൽ അതുപോലെ വൈപ്പറിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഹീറ്റായുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തിയിടുന്ന സമയത്ത് നമ്മളെ വൈപ്പറിന്റെ ബ്ലേഡ് ഇതുണ്ടോ ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഗ്ലാസ് ചൂടാവുന്ന സമയത്ത് നമ്മളെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ഈ ബ്ലേഡ് കണ്ടോ, ഇത് ഹീറ്റ് ആകുമ്പോഴാണ് നമ്മളെ വാഹനത്തിൻ്റെ ബ്ലേഡ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ വാഹനം നിർത്തിയിട്ട് ചൂടുള്ള സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് പോകും. പിന്നെ ഒരു കാര്യം, നമ്മൾ വാഹനം കുറച്ച് നേരം നിർത്തിയിടുന്ന സമയത്ത് നമ്മളെ വാഹനത്തിൽ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കണ്ടോ വൈപ്പർ ഇടുന്ന സമയത്ത് കണ്ടോ പൊടി, അഥവാ വെള്ളവും മണ്ണും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ, അഥവാ ഗ്ലാസ് ക്ലീൻ ചെയ്യാതെ വാഹനത്തിന് വൈപ്പർ സ്പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വൈപ്പർ ടാങ്കിലുള്ള വെള്ളവും അതേപോലെ ഗ്ലാസ്സിലുള്ള പൊടിയും കൂടി മിക്സ് ആകുമ്പോഴാണ് നമ്മൾ വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വാഹനത്തിൻ്റെ ഗ്ലാസ് സ്ക്രാച്ച് ആവാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ഗ്ലാസ് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യട്ടോ. ഇതുപോലെ കണ്ടോ, നമ്മൾ എത്ര നിർത്തിയിട്ട വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ വാഹനത്തിൻ്റെ ഗ്ലാസ് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളെ വാഹനത്തിൻ്റെ ഗ്ലാസ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രം വാഹനത്തിൻ്റെ വൈപ്പർ യൂസ് ചെയ്യട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്ലാസ് കാലക്രമേണ സ്ക്രാച്ച് ആവാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒഴിച്ചിട്ട് മാത്രം ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെ വാഹനത്തിൻ്റെ ഗ്ലാസ് പക്കാ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം, ഇതുപോലെ നമ്മളെ വൈപ്പറിൻ്റെ സ്പ്രേ കേട്ടോ പുറത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൻ്റെ സ്പ്രേ അടഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പിന്ന് കണ്ടോ, ഈ ഒരു പിന്ന് എടുത്തിട്ട് ഈ നോസിൽ കണ്ടോ, ഈ നോസിലിൽ ഹോളിൽ ചെറുതായിട്ടൊന്ന് ഒന്നിങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് കറക്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വാഹനത്തിൽ ഷാമ്പു ഉപയോഗിക്കുക. നമ്മൾ 1-2 രൂപയുടെ ഷാമ്പു ഒക്കെ കിട്ടാനുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ വെള്ളത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മേലൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയി നിൽക്കും. ഇതാകുമ്പോൾ വെള്ളത്തിൽ മിക്സ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ വെള്ളം അടിക്കുന്ന സമയത്ത് സ്പ്രേയും അഥവാ ഷാമ്പു നമ്മൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ നല്ലതാണ്. അതേപോലെ നമ്മൾ വാഹനത്തിൻ്റെ വൈപ്പർ ടാങ്കിലുള്ള അരിപ്പ പോലത്തെ ഒരു മോട്ടറാണ് വരുന്നത്, ചെറിയ മോട്ടർ. അത് നമ്മൾ പൂപ്പലൊക്കെ വന്ന് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ വെള്ളം മാത്രമാകുമ്പോൾ നമ്മൾ പായലും പൂപ്പലൊക്കെ അതിൽ വരും. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷാമ്പു നമ്മൾ എന്ത് ചെയ്യുക, ഒഴിക്കുക. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ 2 പ്രോഡക്റ്റ് ചെറിയൊരു എമൗണ്ടിലാട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവരെന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യട്ടെ. പിന്നെ അവസാനത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനത്തിൻ്റെ വൈപ്പർ ഇടയ്ക്ക് നമ്മൾ മഴ ഉണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ മോട്ടർ ഉണ്ട്, ഈ സ്പ്രേ മോട്ടർ അല്ല, വൈപ്പർ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ ഉണ്ട്. അത് സ്റ്റക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വൈപ്പറിൽ.